ഷാർജയിൽ അതുല്യയുടെ ഭർത്താവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങ് കേട്ടല്ലോ. ഞാൻ കേട്ടു. എന്താണ് ഇതിനൊരു മറുപടി പറയാനുള്ളത്? അതെ, മറുപടി പറയാനുള്ളത് അവൻ പറയുന്നതിന് ഒന്നിനും വ്യക്തതയില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടായോ ഇത് അവൻ പറയുന്നതെല്ലാം വെറുതെ ഡ്രാമാറ്റിക്കായിട്ട് പറയുക എന്നുള്ളതായി. അവൻ പറയും ഒന്നിനൊരു വ്യക്തതയില്ലല്ലോ. ഞാനത് കേട്ടല്ലോ. ഇപ്പം അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവന് ഇതിനകത്തുനിന്ന് അവനിപ്പോൾ ഇപ്പോഴവന് മനസ്സിലായി അതിൻ്റെ സീരിയസ്നെസ്. ഇതുവരെ അവനൊരു തമാശ പോലെയാണ് എൻ്റെ മോളെ ഇട്ട് പന്താടിയത്. ഇപ്പോഴവന് ഈ മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നപ്പോഴവന് മനസ്സിലായി കാണും അവന് കുടുങ്ങുന്നു. അതിനുള്ള ഇനി ബദൽ സംവിധാനങ്ങൾ അവൻ പറയും. ഇനി അവൻ്റെ ഒരു രീതി അത്. അവൻ ഡ്രാമാറ്റിക്കായിട്ട് സംസാരിക്കുന്ന കണ്ടില്ലേ, മേഡത്തിന് കേൾക്കുമ്പോൾ പറഞ്ഞൂടെ അത്. ശ്രീ രാജശേഖരപിള്ള, ഒന്നും കരുതരുത്, പക്ഷേ നിങ്ങൾക്ക് ഇയാളുടെ ഈ നാടകം ഇത്ര വർഷമായിട്ട് അറിയുന്നതാണല്ലോ. പറഞ്ഞോ, ഇത്ര വർഷമായിട്ട് അറിയുന്നതാണല്ലോ. മകളെ അങ്ങോട്ടേക്ക് അയക്കേണ്ടതില്ലായിരുന്നു എന്നിപ്പോൾ തോന്നുന്നില്ലേ? പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ അവിടുന്ന് ഇതിന് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഷാർജയിൽ. അപ്പോൾ ഇങ്ങനെ അന്നൊരു ദിവസം ഇതോടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക്. ഇവന് അവിടെ പിന്നെ റൂമിൽ ഇവളെ ഉപദ്രവിച്ച് നല്ല രീതിയിൽ കൈയൊക്കെ മുറിഞ്ഞ് ചോര വന്ന് ഇവൾ കിടന്ന് നിലവിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് ജോലി സ്ഥലത്തുനിന്ന് അവൻ്റെ റൂമിൽ ചെന്നപ്പോൾ ഇവൻ മദ്യപിച്ച് ഒരു പിന്നെ നോർമൽ അവസ്ഥയല്ല നിൽക്കുന്നത്. അവൻ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നത് അവന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ അതിൽ നിന്ന് കുഞ്ഞിനെ അന്നേരം ഞാൻ അവിടെ നിന്ന് വിളിച്ച് എൻ്റെ കൊണ്ടുവന്ന് എന്നിട്ട് ഞാൻ അവളെ വിളിക്കുമ്പോൾ തടയുക. അവളെ ഉപദ്രവിച്ച് അവിടെ ദേഹവാസഫലം മുറിവും ചതുവായിട്ട് നിൽക്കുന്നവളെ അന്നേരം ഞാൻ ഒരു പിതാവായ ഞാൻ ചെന്ന് അവിടെ കയ്യെ പിടിച്ച് വാ മോളെ എന്നും പറഞ്ഞ് ഇറക്കുമ്പോൾ തടയാൻ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഒന്ന് ഉന്തി മാറ്റിയിട്ടാണ് അവളെ വിളിച്ച് എൻ്റെ ഇളയ മോടെ വീട്ടിൽ കൊണ്ട് വെച്ചത്, റൂമിൽ കൊണ്ട് ഇട്ടത്. അപ്പോൾ അവിടെ വെച്ച് അന്നേരം തീരുമാനിച്ചായിരുന്നു ഇനി ഞാൻ അവളോട് അന്ന് പറഞ്ഞു, മോളെ ഇത് ലാസ്റ്റാണ്, ഇനി ഒരിക്കലും അവൻ്റെ കൂടെ നീ പോകരുത്. അവൻ ഒരിക്കലും മാറുന്നവനല്ല, അവനൊരു മാറ്റം ഉണ്ടാവുന്നവനല്ല. അവൻ മദ്യത്തിൻ്റെ അടിമയാണ്, അവൻ അതിൽ നിന്ന് മുക്തി ഉണ്ടാവത്തില്ല. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞതാണ്. ഞാൻ ആ മോളോടത്ത് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, മോളെ ഇനി നീ പോകരുത്, ഒരു കാരണവശാലും നിൻ്റെ ലാസ്റ്റ് ചാൻസായത്, നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളത്, നീ പോകരുതെന്ന് പറഞ്ഞ് അന്ന് ഞാൻ സത്യം ചെയ്യിപ്പിച്ച് ഞാൻ ഇതിൻ്റെ തിരിച്ച് വീണ്ടും അവളെ വിളിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഞാൻ അതിൻ്റെ പിറ്റേന്ന് നാട്ടിലോട്ട് വന്നായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞാൻ വിടത്തില്ലായിരുന്നു ഒരു കാരണവശാലും.